സംസ്ഥാന തലത്തിൽ മികച്ച മുന്നേറ്റം നടത്തി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പണി കൊടുത്ത് ജനാധിപത്യത്തെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് BJP അങ്ങോളം ഇങ്ങോളം നടത്തുന്നത് എന്നത് ഇന്നും ഇന്നലെയും കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ പറയാൻ തുടങ്ങിയതല്ല. വാസ്തവത്തിൽ കേരളത്തിൽ BJP നടത്തിയിരിക്കുന്ന ഈ അഭൂതപൂർവമായ വളർച്ച രണ്ട് മുന്നണികളെയും ദോഷകരമായി ബാധിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിനിടയിലാണ് ഒരു ഫോർമുല കൃത്യമായും രണ്ട് മുന്നണികൾക്കും അനുയോജ്യമാകുന്ന രീതിയിലേക്ക് വെച്ചിരിക്കുന്നത്. BJP തിരഞ്ഞെടുക്കുന്ന ചില കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. അതായത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ സ്ഥലങ്ങൾ, കഴക്കൂട്ടം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള കാട്ടാക്കടയും ആറ്റിങ്ങലും. ഇത്തരത്തിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പരസ്പര ധാരണയിലേക്ക് ഇടതുപക്ഷവും അതുപോലെ UDFും വന്നേക്കാനുള്ള സൂചനയാണ് കാണുന്നത്. അതായത് വർഗീയതയെ അകറ്റി നിർത്തണമെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷവും UDFും കരുത്തരായി തന്നെ ഒറ്റക്കെട്ടായി തന്നെ നിന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. വർഗീയത മാത്രം കളിച്ച് ദുരന്തമുഖത്ത് രാഷ്ട്രീയം മാത്രം നോക്കി എങ്ങനെ തെരഞ്ഞെടുപ്പുകളെ നേരിടാം എന്ന് റിസർച്ച് ചെയ്യുന്നവരാണ് BJPക്കാർ. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഹിഡൻ അജണ്ടയുമായി ധ്രുവീകരണ രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിടുന്ന BJPയുടെ അക്കൗണ്ട് പൂട്ടുക എന്നുള്ളത് കേരളത്തിൽ ഇടതുപക്ഷത്തിനും UDFിനും ഒരുപോലെ പ്രാധാന്യം ഉള്ള കാര്യമാണ്. അധികാര തുടർച്ച ആരിലേക്ക് വേണമെങ്കിലും ലഭിക്കാം, പക്ഷേ അവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അവർ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്ന് മത്സരിക്കുന്നില്ല എന്നതൊഴിച്ചാൽ ഇടതുപക്ഷത്തെ കൂട്ടാതിരിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ദുരന്തമുഖത്ത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസും DYFIയും സമാനതകളില്ലാത്ത രീതിയിൽ ഐക്യത്തോടെ പ്രവർത്തനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായും നെഗറ്റീവായി തോന്നുന്നത് BJPയുടെ രീതികളെ മാത്രമാണ്. അവരുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിൽ തറച്ചിരിക്കുകയാണ്. സഹായം നൽകേണ്ട സമയമായില്ലല്ലോ എന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. ഇതിലൂടെയാണ് ഒരു കാര്യം മനസ്സിലാക്കുന്ന അവസരവാദിയായ ഒരു നേതാവ് മാത്രമാണ് സുരേഷ് ഗോപി. അത് കൃത്യമായും ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത്, അവിടെ പ്രധാനമന്ത്രിയോടൊപ്പം ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ വൈകാരികമായിരുന്നു. ഇത്തരത്തിൽ പ്ലേറ്റ് മാറ്റുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ ഒരു രീതി നിലനിൽക്കുന്നു എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായം പറയുന്നത്. വളരെ വൈകാതെ തന്നെ BJPയെ കേരളത്തിൽ നിന്നും ഓട്ടിക്കേണ്ടത് BJP മുക്ത കേരളത്തിന് വേണ്ടി ശക്തമായി ഇടതുപക്ഷവും UDFും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം മുന്നണി പോരാട്ടമാകാം എന്ന രീതിയിലേക്കാണ് ഇരു മുന്നണികളുടെയും നേതാക്കൾ സംസാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഒരു ദുരിതപ്പെയ്ത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും രാഷ്ട്രീയം നോക്കാറില്ല. രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന രീതിയിൽ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് രാഷ്ട്രീയവൽക്കരിക്കാൻ ആകെ ശ്രമിക്കുന്നത് BJP മാത്രം ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.